വാർത്തകളിലേക്ക് സ്വാഗതം. പുതുപുത്തൻ തന്ത്രങ്ങളും സർപ്രൈസുകളും കൊണ്ട് കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ മറ്റു പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതിൽ കോൺഗ്രസ് ഇത്തവണ ഏറെ മുന്നിലാണ്. മുതിർന്ന നേതാക്കൾക്കൊപ്പം കലാരംഗത്തു നിന്നുൾപ്പെടെ നിരവധി സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറക്കിയിരിക്കുന്നത്. ഇക്കൂട്ടത്തിൽ സേവന മുഖമുദ്രയാക്കിയ തന്റെ പ്രൊഫഷനൊപ്പം രാഷ്ട്രീയവും വഴങ്ങുമെന്ന് തെളിയിച്ച ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി കൂടിയുണ്ട്. ഡോക്ടർ JB ജോഷ്ന. തിരുവനന്തപുരം പോത്തൻകോട് പഞ്ചായത്തിലെ പ്ലാമൂട് വാർഡിൽ നിന്നാണ് UDF സ്ഥാനാർത്ഥിയായി ഡോക്ടർ ജോഷ്ന ജനവിധി തേടുന്നത്. ദന്ത ഡോക്ടറായ ജോഷ്നയുടെ തെരഞ്ഞെടുപ്പിലെ കന്നിയംഗമാണിത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി പ്ലാമൂട് വാർഡിൽ ജോഷ്ന സജീവമായി കഴിഞ്ഞു. ക്ലിനിക്കിലെ തന്റെ ജോലി കഴിഞ്ഞ് വൈകുന്നേരങ്ങളാണ് ജോഷ്നയും കൂട്ടരും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി വാർഡിലിറങ്ങുന്നത്. പ്രൊഫഷനൊപ്പം രാഷ്ട്രീയവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഡോക്ടർ ജോഷ്നയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഗ്രാമപ്പോരിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. തികഞ്ഞ രാഷ്ട്രീയ പ്രവർത്തകനാണ് ജോഷ്നയുടെ പിതാവ്. പിതാവിന്റെ പാതയിലൂടെയാണ് മകൾ ജോഷ്നയും കോൺഗ്രസിനെ പോലൊരു ജനകീയ പാർട്ടിയുടെ ഭാഗമായത്. പ്ലാമൂട് വനിതാ സംവരണ വാർഡായതോടെയാണ് ജോഷ്നയെ തേടി കോൺഗ്രസിന്റെ തന്നെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള അവസരമെത്തിയത്. തന്റെ പ്രൊഫഷനും രാഷ്ട്രീയവും തമ്മിലുള്ള സാമ്യത ചൂണ്ടിക്കാട്ടിയാണ് ജോഷ്നയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം എന്നത് വളരെ കൗതുകമേറുന്നു. ഒരു ഡോക്ടർ എന്ന നിലയിൽ, അതും ദന്ത ഡോക്ടർ എന്ന നിലയിൽ രോഗികളോട് കാണിക്കുന്ന സ്നേഹവും അനുകമ്പയും പരിചരണവും തന്നെയാണ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ജനങ്ങളോട് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ താൻ കാണിക്കേണ്ടതെന്നാണ് ജോഷ്ന പറയുന്നത്. തന്റെ പ്രൊഫഷനൊപ്പം രാഷ്ട്രീയത്തിൽ ജനങ്ങളുടെ ആവശ്യമാണ് തിരിച്ചറിഞ്ഞ് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരുടെ ഒപ്പം ഉണ്ടാകുമെന്നും ജോഷ്ന ഉറപ്പു പറയുന്നു. കഴിഞ്ഞ 10 വർഷമായി BJP ഭരിക്കുന്ന വാർഡിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ജോഷ്ന മത്സരിക്കാൻ ഒരുങ്ങുന്നത്. ജോഷ്നയെ സംബന്ധിച്ച് അതത്ര എളുപ്പമല്ല. BJPയുടെ സിറ്റിംഗ് സീറ്റ് എന്ന് പറയുമ്പോഴും LDF UDF പാർട്ടികൾക്കും ഭരിക്കാൻ അവസരം കൊടുത്ത ജനങ്ങളാണ് ഇവിടെ ഉള്ളതെന്നത് വലിയ പ്രതീക്ഷയാണ് കോൺഗ്രസിനും ജോഷ്നയ്ക്കും നൽകുന്നത്. നിലവിലെ പ്ലാമൂട് വാർഡിലെ വികസന മുരടിപ്പും ജോഷ്ന ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അശാസ്ത്രീയമായി നിർമ്മിച്ച റോഡുകളിലെ വെള്ളക്കെട്ട്, തെരുവ് നായ ശല്യം തുടങ്ങിയ പ്രശ്നങ്ങൾ വാർഡിൽ ഗുരുതരമാണ്. റെസിഡൻസ് അസോസിയേഷൻ ഉൾപ്പെടെ നിരവധി തവണ പരാതി പറഞ്ഞിട്ടും ബന്ധപ്പെട്ട അധികാരികൾ ഇതുവരെ തക്കതായ പരിഹാരങ്ങൾ കണ്ടെത്തിയിട്ടില്ല. പൈപ്പ് ലൈനിന്റെ പേരും പറഞ്ഞ് താറിട്ട റോഡുകളെ കുത്തിപ്പൊളിച്ച് മരണക്കിണർ പോലെയാക്കി ഇട്ടിരിക്കുന്ന പഞ്ചായത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് റോഷ്നയും ഇവിടുത്തെ ജനങ്ങളും ഉന്നയിക്കുന്നത്. ഇതിനെല്ലാം പരിഹാരം കാണേണ്ടതുണ്ട്. അതിന് ജോഷ്നയെ പോലെ വിവരവും വിദ്യാഭ്യാസവും കഴിവുമുള്ള ജനപ്രതിനിധികൾ വരേണ്ടതുണ്ട്. യുവ സ്ഥാനാർത്ഥി എന്ന നിലയിൽ കൃത്യവും ലക്ഷ്യവുമുള്ള കാഴ്ചപ്പാടുകളുള്ള ജോഷ്നയിലൂടെ പ്ലാമൂട് വാർഡിനെ തിരിച്ചുപിടിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. എന്തായാലും ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ UDFന്റെ സ്ഥാനാർത്ഥികൾ പലരും നല്ല വ്യക്തിത്വങ്ങളായി തിളങ്ങിയവരും അറിവുള്ളവരുമാണെന്നതിൽ തർക്കമില്ല. ഇവരിലൂടെയാണ് തിരികെ പോയ പ്രതാപവും ഭരണവും തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് ഒരുങ്ങുന്നത്. മാത്രമല്ല, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ പുതിയ നീക്കങ്ങളും തന്ത്രങ്ങളും സർപ്രൈസുകളും ഇത്തവണ ഫലം കാണുമോ എന്നാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.